ഹലോ, എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? എത്രയൊക്കെ ദിവസങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഓണത്തിൻ്റെ തലേ ദിവസം ഒരു വെപ്രാളാണ്. സാധനങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പരക്കം പാച്ചിലാണ്. അതൊരു സുഖം തന്നെയാണ്. എല്ലാ കൊല്ലവും ഓണം വരുമ്പോൾ അമ്മ പറയണ ഒരു ഡയലോഗാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത്. സത്യമല്ലേ? പണ്ടൊക്കെ നമ്മൾ ആ ഓണത്തിൻ്റെ സമയത്താണ് അത്രയധികം കറികളൊക്കെ കൂട്ടി സദ്യ കഴിക്കുന്നതും അതുപോലെ തന്നെ പുതിയ കുപ്പായൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇന്ന് അത് എത്രത്തോളം ഉണ്ട് എന്നറിയില്ല. എന്നാലും നമ്മൾ ഈ 364 ദിവസവും എന്തൊക്കെ കറികൾ കൂട്ടി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാലും ഓണത്തിൻ്റെ അന്ന് പായസമൊക്കെ കൂട്ടി സദ്യ കഴിക്കുക എന്ന് പറയണത് ഒരു രസം തന്നെയാണ്. നമ്മളിവിടെയൊക്കെ സദ്യയുടെ കൂടെ ഒരു നോൺ വെജും കൂടി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തിരി സ്വാദ് കൂടും. ആഘോഷങ്ങളൊക്കെ വലിയ പ്രാധാന്യമുള്ളവയാണ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്. നമ്മൾ അടുത്ത നിമിഷം എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സമയം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക എന്നുള്ളതല്ലേ പ്രധാനം. ചിലർ പറയുന്ന കേൾക്കാറുണ്ട്, ആരുമില്ല, ഒറ്റയ്ക്ക് തന്നെയാണ്, അതുകൊണ്ട് വലിയ ആഘോഷമൊന്നും ഇല്ല എന്നുള്ളത്. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണെന്ന് വെച്ചാലും നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയല്ലേ? നമുക്ക് വേണ്ടി സദ്യ ഉണ്ടാക്കിയും പൂക്കളിടുകയും അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടാറില്ലേ? അപ്പോൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് നമ്മുടെ സന്തോഷം നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ടോ? അപ്പോൾ പുരാണമൊക്കെ കഴിഞ്ഞു, ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ സാധാരണ പൂക്കളിടാൻ വേണ്ടിയിട്ട് നാടൻ പൂക്കളാണ് ഉപയോഗിക്കാറ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കുറച്ച് പൂക്കൾ വാങ്ങുന്നത്. കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു കൗതുകത്തിന് വളരെ കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഈ പൂക്കളൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണല്ലേ? പൂക്കൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. എങ്കിലും വയലറ്റ് പൂക്കൾക്ക് കുറച്ച് കൂടുതൽ ഭംഗിയുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കുറവാണ്. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും 1000 ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മയുണ്ടാവട്ടെ.